ഹായ് ക്രിയേറ്റേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് നമുക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത്. അപ്പോൾ ഇത് ഏതൊരു അപ്ഡേറ്റ് വന്നാലും ഏതൊരു നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ വായിച്ച് നോക്കുമ്പോഴും അത് ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ടൂളിൻ്റെ ഉപയോഗം നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതെങ്ങനെ നമ്മുടെ ചാനലിനെ എഫക്റ്റ് ചെയ്യും, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, ഇത് ഓൺ കൊടുക്കണോ ഓഫ് കൊടുക്കേണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റും അതുപോലെ തന്നെയാണ്. ഒരുപാട് കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഇതെന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ശരിയായി മനസ്സിലാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള യൂസ് എന്താണ് എന്നുള്ളതും ഇത് ചെയ്തില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളതും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാം. സ്റ്റാർട്ടിംഗ് ഓൺ 12th May 2025. To improve your earning potential, we will add automatic ad slots on top of manual. Once your existing video, you can choose to continue managing your ad slots manually. എന്ന് മാത്രം. ഇത് കാണുമ്പോൾ വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. കാരണം ഇതെന്താണ് പറയുന്നത്, ഏണിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. May 12 മുതൽ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്, അവരെന്തോ പുതിയ സംഭവം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ മാനേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതുപോലെ അവിടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ മാനേജ് എന്നുള്ള കാര്യം ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷെ അവിടെ ഒരു വാക്ക് അവർ പറഞ്ഞിട്ടുണ്ട്, ടു ഇംപ്രൂവ് യുവർ ഏണിംഗ് പൊട്ടൻഷ്യൽ. അതായത് നമ്മുടെ ഏണിങ്സ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സംഭവമാണെന്ന് നിങ്ങൾക്ക് അവിടെ മനസ്സിലായി. അപ്പോൾ എന്തായാലും നമുക്ക് മാനേജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. മാനേജ് മിഡ് റോൾ ആഡ് സ്ലോട്ട്സ് ഓൺ എക്സിസ്റ്റിംഗ് എന്നുള്ളതാണ്. അപ്പോൾ മിഡ് റോൾ ആഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്, അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മിഡ് റോൾ ആഡ്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും നമ്മൾ പറയാം. 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, 8 അതിലധികമോ ലെങ്ത് ഉള്ള വീഡിയോസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇടയിലൊക്കെ പരസ്യം വരുമല്ലോ. സാധാരണ നമ്മളൊരു വീഡിയോ, നോർമൽ വീഡിയോ 4 മിനിറ്റിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അഡ്വർടൈസ്മെന്റ് വരും, അവസാനത്തിൽ ചിലപ്പോൾ അഡ്വർടൈസ്മെന്റ് വരും. അങ്ങനെയാണല്ലോ നമുക്ക് വരാറുള്ളത്. പക്ഷെ 8 മിനിറ്റിലധികമുള്ള വീഡിയോ ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് ഓരോ ഗ്യാപ്പിലും നമുക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്കറിയാം. അപ്പോൾ ഇതാദ്യം നമ്മൾ മനസ്സിലാക്കി. മിഡ് റോൾ ആഡ്സ് എന്താണ് എന്നുള്ളത്, 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ചെയ്യുമ്പോഴൊക്കെ നമുക്കതിൻ്റെ ഓരോ ഗ്യാപ്പിലും നമുക്കിങ്ങനെ ബ്രേക്ക് പോയിന്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ അഡ്വർടൈസ്മെന്റ് വരും. അപ്പോൾ നമ്മളൊരു 1 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് പോയിന്റ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ബ്രേക്ക് പോയിന്റ് അവിടെ ആഡ് ചെയ്യുമ്പോൾ അവിടെ അഡ്വർടൈസ്മെന്റ് വരും. നമ്മൾ സാധാരണ നമ്മുടെ വീഡിയോയിലെ മോണിറ്റൈസേഷൻ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ താഴെ പ്ലേസ് ആഡ് ഡ്യൂറിങ് വീഡിയോ മിഡ് റോൾ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളവിടെ ആ ഒരു ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പരസ്യങ്ങൾ ഗ്യാപ്പിലൊക്കെ നാച്ചുറൽ ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞു വരും. ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. 8 മിനിറ്റിന്റെ ഇടയിലൊക്കെ യൂട്യൂബിന്റെ ഇഷ്ടപ്രകാരം കുറച്ച് ബ്രേക്ക് പോയിന്റുകൾ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്യും, ഡെസ്ക് ടോപ്പ് വേർഷൻ എടുത്തിട്ട് ഇതുപോലെ ഈ ഒരു പ്ലേസ് ആഡ് മിഡ് റോൾ എന്നുള്ള ഭാഗം എടുത്തിട്ട് നമ്മൾ മാനുവലി ബ്രേക്ക് പോയിന്റുകൾ ആഡ് ചെയ്ത് കൊടുക്കും. യൂട്യൂബിൽ ചിലപ്പോൾ 2 or 3 എക്സ്ട്രാ ആഡ് പോയിന്റുകളെ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 11, 12 മിനിറ്റ് 20 മിനിറ്റ് ആണെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ഒരു 10 ആഡ് റോളൊക്കെ, ഈ ബ്രേക്കുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പരസ്യം വരണം, എന്നിട്ട് നമ്മുടെ വരുമാനം കൂടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഇവിടെ നമ്മൾ ഡെസ്ക് ടോപ്പ് വേർഷൻ എടുത്തിട്ട് മാനുവലി നമ്മൾ കൂടുതൽ പോയിന്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ 2 രീതിയിലാണ് നമ്മൾ ഇവിടെ മിഡ് റോൾ സെറ്റ് ചെയ്യുന്നത്. ഒന്ന്, യൂട്യൂബിന്റെ ആ ഒരു നാച്ചുറൽ ബ്രേക്ക് പോയിന്റ് നമ്മൾ യൂട്യൂബിന് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ട് സേവ് ചെയ്യുന്നു. സാധാ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറൽ ബ്രേക്ക് പോയിന്റുകളാണ് വരുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഡെസ്ക് ടോപ്പ് വേർഷനിൽ ആ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ മാനുവലി ചെയ്ത് കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയെടുത്താലാണ് ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. ഇനി നമുക്ക് അപ്ഡേറ്റ് ഒന്ന് വായിച്ചു നോക്കാം. സ്റ്റാർട്ടിംഗ് ഓൺ 12th May 2025 ടു ഇംപ്രൂവ് യുവർ ഏണിംഗ് പൊട്ടൻഷ്യൽ. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഏണിംഗ് പൊട്ടൻഷ്യൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വി വിൽ ആഡ് ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട്സ് ഓൺ ടോപ്പ് ഓഫ് മാനുവൽ വൺസ് on your existing videos. You can choose to continue managing your ad slots manually. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, May 12, 2025 May 12 മുതൽ നമ്മുടെ വരുമാനം ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂട്യൂബ് എന്ത് ചെയ്യുന്നു,
ഇതുവരെ നമ്മൾ മാനുവലായിട്ട് ആഡ് ബ്രേക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ശ്രദ്ധിക്കുക, നമ്മൾ ഡെസ്ക്ടോപ്പ് വേർഷൻ എടുത്തിട്ട് മാനുവലി ആഡ് സ്ലോട്ട്സ്, ആഡ് ബ്രേക്ക് പോയിന്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ യൂട്യൂബ് എന്ത് ചെയ്യുന്നു? ഓട്ടോമാറ്റിക് സ്ലോട്ട്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം യൂട്യൂബിന്റെ ഇഷ്ടപ്രകാരം എവിടെയാണോ അഡ്വർടൈസ്മെന്റ് വരേണ്ടത് അത് അവരുടെ AI ഉപയോഗിച്ച് വരുന്നതായിരിക്കും. അങ്ങനെ സെറ്റ് ചെയ്യുന്നു. ആ സെറ്റിങ്സ് നിങ്ങൾ ഇപ്പോൾ ടേൺ ഓൺ കൊടുക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പറഞ്ഞതിനേക്കാൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. അതായത് നമ്മൾ ഓൾറെഡി ആഡ് ബ്രേക്ക് ക്രിയേറ്റ് ചെയ്ത വീഡിയോയിൽ നമ്മൾ മാനുവലി നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത വീഡിയോയിൽ യൂട്യൂബ് എന്ത് ചെയ്യുന്നു? അവരുടെ ഇഷ്ടപ്രകാരം ഓട്ടോമാറ്റിക് സ്ലോട്ട്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനുള്ള സെറ്റിങ്സ് ഓൺ ചെയ്യൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റവന്യൂ വർദ്ധിക്കും എന്നുള്ളതാണ് യൂട്യൂബ് പറയുന്നത്. അപ്പൊ അവരുടെ റിസർച്ചിലൂടെ കണ്ടെത്തിയ കാര്യമായിരിക്കും. അപ്പൊ അത് നമ്മളോട് ആ സെറ്റിങ്സ് നമ്മളോട് ഓൺ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് മാനേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അവിടെ നമുക്ക് കാണാം മാനേജ് മിഡ് റോൾ ആഡ് സ്ലോട്ട്സ് ഓൺ എക്സിസ്റ്റിംഗ്. അതായത് നിലവിൽ നമ്മൾ മിഡ് റോൾ സെറ്റ് ചെയ്ത് വെച്ച വീഡിയോയിൽ നമുക്ക് വീണ്ടും മാനേജ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കാണ് പോകുന്നത്. വീണ്ടും നമ്മൾ പറഞ്ഞ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട് അവർ. സ്റ്റാർട്ടിങ് ഓൺ 12th May 2025 അത് നമ്മൾ നോക്കണം, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിനുശേഷം വി വിൽ ഇംപ്രൂവ് മിഡ് റോൾ ക്വാളിറ്റി ബൈ ഷോവിങ് മോർ ആഡ്സ് അറ്റ് നാച്ചുറൽ ബ്രേക്ക് പോയിന്റ്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് യൂട്യൂബ് എന്ത് ചെയ്യുന്നു? മിഡ് റോൾ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നു. എങ്ങനെ? ഷോവിങ് മോർ ആഡ്സ്, കൂടുതൽ പരസ്യം കാണിച്ചിട്ട്. ഏതില്? നാച്ചുറൽ ബ്രേക്ക് പോയിന്റിൽ. അതായത് നമ്മൾ ഈ മാനുവലി സെറ്റ് ചെയ്യുന്നതിനേക്കാളും യൂട്യൂബ് നാച്ചുറൽ ബ്രേക്ക് പോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ അഡ്വർടൈസ്മെന്റ് അവർ കാണിക്കുന്നുണ്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ബ്രേക്ക് പോയിന്റുകളിൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെ വർക്ക് ആകും എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അതിനെപ്പറ്റി യൂട്യൂബ് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ യൂട്യൂബ് പറയുന്നത് എന്താണ്? നാച്ചുറൽ ബ്രേക്ക് പോയിന്റിൽ അവർ കൂടുതൽ അഡ്വർടൈസ്മെന്റ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മളിങ്ങനെ ഒരുപാട് ബ്രേക്ക് പോയിന്റുകൾ, നമ്മൾ ഒരുപാട് അഡ്വർടൈസ്മെന്റ് വരണം എന്ന് വിചാരിച്ച് അവിടെ ഇങ്ങനെ സ്ലോട്ടുകൾ ക്രിയേറ്റ് ചെയ്താലും അവിടെ ഒന്നും പരസ്യം വരണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഇങ്ങനെ നാച്ചുറൽ ബ്രേക്ക് പോയിന്റ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പരസ്യം യൂട്യൂബ് കാണിക്കാൻ പോവുകയാണ്. അതും 2025 May 12 മുതൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ലൈന് നോക്കാം. ദിസ് വിൽ റെഡ്യൂസ് ദി നമ്പർ ഓഫ് മിഡ് റോൾ ആഡ്സ് ഷോവിങ് ഇൻ ഇന്ററപ്റ്റീവ് ആഡ് സ്ലോട്ട്സ്. അതായത് നമ്മൾ ഇന്ററപ്റ്റീവ് ആഡ് സ്ലോട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ തൊട്ടടുത്ത് നിങ്ങൾ നോക്കാം, സച്ച് ആസ് ദോസ് ഇൻ ദി മിഡിൽ ഓഫ് എ സെന്റൻസ്. നമ്മളൊരു വാക്കുകളുടെ ഇടയിലൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ച് പോകുന്നതിന്റെ ഇടയിലൊരു മിഡ് റോൾ സെറ്റ് ചെയ്ത് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് വ്യൂസ് അതുകൊണ്ട് നഷ്ടപ്പെടാനാണ് ചാൻസ്. ആ പരസ്യം വന്ന് നമ്മൾ ഒരു സംസാരത്തിന്റെ ഒരു പ്രത്യേക പോയിന്റുകളിൽ അതിപ്പോൾ ഈ യൂട്യൂബിന് AI ഉപയോഗിച്ചിട്ടൊക്കെ വളരെ കൃത്യമായിട്ട് എവിടെ ആഡ് പ്ലേസ് ചെയ്യണമെന്ന് ഇപ്പോൾ വളരെ ഈസി ആയിട്ട് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് 1 മിനിറ്റിന്റെ ഇടയിൽ 30 സെക്കൻഡിന്റെ ഇടയിലൊക്കെ മിഡ് റോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഇവരിവിടെ പറയുന്നുണ്ട്. സച്ച് ആസ് ദോസ് ഇൻ ദി മിഡിൽ ഓഫ് എ സെന്റൻസ്. അതായത് ഒരു സെന്റൻസിന്റെ ഇടയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഒരു വീഡിയോ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അഡ്വർടൈസ്മെന്റ് വരാനുള്ള സാധ്യത യൂട്യൂബ് ഇവിടെ കുറച്ചിട്ട് പകരം കൃത്യമായിട്ടുള്ള ഗ്യാപ്പുകളിൽ അനുയോജ്യമായ സമയത്ത് യൂട്യൂബ് പരസ്യം കൊടുക്കുകയാണ്. അവിടെയൊക്കെ പരസ്യം കാണിക്കാനുള്ള ടെൻഡൻസിയും കൂട്ടുകയാണ് അവർ ചെയ്യുന്നത്. വി ബിലീവ് ദാറ്റ് ഷോവിങ് ഫീവർ ഇന്ററപ്റ്റീവ് ആഡ് will result in more views and increase the overall revenue opportunity for creators. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ സാധാരണ എന്താ വിചാരിക്കുക, കൂടുതൽ പോയിന്റ് ക്രിയേറ്റ് ചെയ്താൽ കൂടുതൽ റവന്യൂ കിട്ടുമെന്നാണല്ലോ. പക്ഷെ അവരുടെ റിസർച്ച് ചെയ്തിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ഇന്ററപ്റ്റീവ് ആയിട്ടുള്ള ആഡ് സ്ലോട്ട്സുകൾ കുറച്ചാൽ നമ്മുടെ വാച്ച് ടൈം കൂടും, വ്യൂസ് കൂടും. നമുക്ക് റവന്യൂ നമ്മുടെ വ്യൂസ് കൂടാനും ഉപകരിക്കുന്നത് ഈ മാനുവലി നമ്മളിങ്ങനെ ഒരുപാട് ഇന്ററപ്റ്റീവ് ആഡ് സ്ലോട്ട്സുകൾ നമ്മൾ സെന്റൻസിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ ആഡ് ബ്രേക്കുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾ വ്യൂസ് കുറയാനാണ് അത് കാരണമാകുന്നത് എന്നാണ്
യൂട്യൂബ് പറയുന്നത്, അത് അവർ റിസർച്ച് ചെയ്തിട്ട് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് എന്ത് പറയുന്നു, നിങ്ങൾ ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റവന്യൂ വർദ്ധിക്കും, വ്യൂസും കൂടും എന്നാണ് യൂട്യൂബ് പറയുന്നത്. അടുത്തത് നോക്കാം. ടു പ്രിപ്പയർ ഫോർ ദിസ് ചേഞ്ച് വി റെക്കമെൻഡ് ദാറ്റ് യു ടേൺ ഓൺ ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട്സ് ഫോർ യുവർ എക്സിസ്റ്റിംഗ് വീഡിയോസ്. ദീസ് സ്ലോട്ട്സ് ആർ ഡിസൈൻഡ് ടു ബി എ നാച്ചുറൽ ബ്രേക്ക് പോയിന്റ് ആൻഡ് വിൽ വർക്ക് വിത്ത് യുവർ എക്സിസ്റ്റിംഗ് മാനുവൽ ആഡ് സ്ലോട്ട്സ്. അപ്പോൾ ഈ ഒരു ചേഞ്ച് നമ്മുടെ ചാനലിൽ വരുത്താൻ വേണ്ടിയിട്ട് നമ്മളോട് ടേൺ ഓൺ ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട്സ് എന്നുള്ളത് കൊടുത്തിട്ട് സേവ് ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ നിലവിൽ ആഡ് ബ്രേക്ക് ഒക്കെ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ഉണ്ടാവില്ല, അവിടെയൊക്കെ ഈ ഓട്ടോമാറ്റിക് സ്ലോട്ട്സുകൾ യൂട്യൂബ് നമ്മൾ പോയി ചെയ്യേണ്ട ആവശ്യമില്ല, യൂട്യൂബ് തന്നെ പോയി ചെയ്യുമെന്നാണ് പറയുന്നത്. അതിന് നമ്മളോട് ഇത് സേവ് ചെയ്യാൻ പറയുന്നു. ക്രിയേറ്റിംഗ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ടു ഷോ മിഡ് റോൾ ആഡ്സ് വെൻ വി സ്റ്റോപ്പ് ഷോവിംഗ് ദം ഇന്ററപ്റ്റീവ് പോയിന്റ് ഇൻ ദി വീഡിയോസ്. അതായത് നമ്മളിത് ടേൺ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ററപ്റ്റീവ് സ്ലോട്ട്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയയിലൊന്നും യൂട്യൂബ് അഡ്വർടൈസ്മെന്റ് കാണിക്കില്ല. അനുയോജ്യമായ സ്ഥലത്ത് മാത്രം നമ്മുടെ വ്യൂസ് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ, നമ്മുടെ ഓഡിയൻസിന് ഒരു ഇന്ററപ്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് ഒന്നും യൂട്യൂബ് പ്ലേസ് ചെയ്യാതെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് നമ്മുടെ വീഡിയോക്ക് വേണ്ടി അനുയോജ്യമായ സ്ഥലത്ത് യൂട്യൂബ് അഡ്വർടൈസ്മെന്റ് പ്ലേസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇഫ് യു പ്രിഫർ ടു മാനേജ് യുവർ ആഡ് സ്ലോട്ട്സ് മാനുവലി യു ക്യാൻ ഓപ്റ്റ് ഔട്ട് ഓഫ് ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട്സ് ഓൺ യുവർ എക്സിസ്റ്റിംഗ് വീഡിയോസ് അൺടിൽ 12th May 2025. അതായത് നമുക്ക് ഇത് വേണ്ട, ഈ ഒരു ഓപ്ഷൻ വേണ്ട, നമുക്ക് മാനുവലി മതി എന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് താഴെ ഈ കാണുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് സേവ് കൊടുത്താൽ മതി. നമുക്ക് ഈ ഒരു ഓപ്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് സേവ് ചെയ്യാനും കഴിയുമെന്നാണ് പറയുന്നത്. അവിടെ ലേൺ മോർ അബൌട്ട് ദിസ് ചേഞ്ച് ആൻഡ് വിച്ച് സ്ട്രാറ്റജി ഈസ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളത് ഇനി കൂടുതൽ വായിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ അതിലൊരു ഇമ്പോർട്ടന്റ് കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇഫ് യു പ്ലേസ് മിഡ് റോൾ ആഡ് സ്ലോട്ട്സ് അറ്റ് സ്പെസിഫിക് ഇന്റർവെൽ ലൈക്ക് 30 seconds ഓർ എ മിനിറ്റ് എന്നുള്ളത്, അതായത് നമ്മൾ ഓരോ 30 സെക്കൻഡിലും മിഡ് റോൾ ആഡ്സ് ക്രിയേറ്റ് ചെയ്യാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഓരോ മിനിറ്റിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് ഡോണ്ട് ഹാവ് ദി ടൈം ടു മാനുവലി അഡ്ജസ്റ്റ് ദി പ്ലേസ്മെന്റ്. വി റെക്കമെൻഡ് ദാറ്റ് യു ലെറ്റ് യൂട്യൂബ് ആഡ് ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട്സ് ടു എക്സിസ്റ്റിംഗ് വീഡിയോസ് വിത്ത് മാനുവൽ മിഡ് റോൾസ്. ദിസ് വിൽ അപ്ലൈ ടു വീഡിയോസ് അപ്ലോഡഡ് ബിഫോർ February 24th, 2025. അതായത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വേണം. നമ്മുടെ മാനുവലി ക്രിയേറ്റ് ചെയ്ത എല്ലാ വീഡിയോയിലും ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട്സ് ഇനി മതി, അതാണല്ലോ റവന്യൂ കൂടുതലായിട്ട് കിട്ടുന്നത് തോന്നുന്നു അത് വേണമെന്നാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും കേട്ടിട്ട് തോന്നുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ February 24 മുതൽ മുമ്പുള്ള എല്ലാ വീഡിയോക്കും, കാരണം നമ്മളിപ്പോൾ ഈ ഒരു February 24 ആ ഡേറ്റിന് പിറകിലേക്കുള്ള എല്ലാ വീഡിയോയിലും യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു സ്ലോട്ട് ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മളോട് പോയിട്ട് ഓരോ വീഡിയോ നമ്മളൊക്കെ മാനുവലി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ഓരോ 30 സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും. യൂട്യൂബ് തന്നെ അത് പറയുന്നുണ്ടായിരുന്നു, യൂട്യൂബിന് അറിയാം നമ്മൾ അത് എങ്ങനെയാണ് മാക്സിമം റവന്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഇനി നമ്മളോട് പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പറയുന്നില്ല, പകരം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ February 24 മുമ്പേ ഉള്ള എല്ലാ വീഡിയോസിലും ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട്സ് യൂട്യൂബ് തന്നെ ക്രിയേറ്റ് ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് നോക്കാം. ഇഫ് യു ഓൾറെഡി ക്രിയേറ്റ് യുവർ കണ്ടന്റ് വിത്ത് നാച്ചുറൽ breaks in mind and are intentionally placing mid-roll ad slots, continuing to manually manage might be the right option. അതായത് നിങ്ങൾ ഓൾറെഡി നമുക്കറിയാം ഇന്ന സ്ഥലത്താണ് എൻ്റെ അഡ്വർടൈസ്മെന്റ് വരേണ്ടത്. ഇനി അതല്ല, നമ്മളിൽ പലരും മാനുവലി വളരെ ഇന്റലിജന്റ് ആയിട്ട് നമ്മൾ മിഡ് റോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് അനുയോജ്യമായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട്സ് ഓൺ ചെയ്യണം എന്നില്ല എന്നും യൂട്യൂബ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് മാനുവലി തന്നെ മുന്നോട്ട് അത് അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാമെന്നും യൂട്യൂബ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ട് യൂട്യൂബ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതല്ലാതെ ഞാനിത് ജസ്റ്റ് ചുമ്മാ നിങ്ങളോട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്താണ്, ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എന്താണെന്നുള്ളതും ഇത് എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളതും ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് മെറിറ്റ് ഡിമെറിറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ നമ്മൾ യൂട്യൂബിലെ ഓരോ ഓപ്ഷനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ എന്താ പറയുക ഫ്രീ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മറ്റേത് ഈ ഒരു ഓപ്ഷൻ എന്തിനാണ് അത് അറിയില്ല എങ്കിൽ നമുക്ക് വളരെ കൺഫ്യൂഷൻ ആയിരിക്കും, പലതും നെഗറ്റീവായിട്ട് നമുക്ക് ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട്
ഞാനിത് പറഞ്ഞു തന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നമ്മളത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിലും രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.